ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് 3 ഫോണുകളെ കുറിച്ചാണ്. നമ്മുടെ ഒരു 50,000 റേഞ്ചിൽ വരുന്ന 3 ഫോണുകളെ കുറിച്ചാണ്. അതായത് നമ്മുടെ വിവോൻ്റെ X200 Pro FE. ഇത് നമുക്ക് ഓഫർ അടക്കം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 50 രൂപ 52 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ OnePlus 13s ഇതും നമുക്ക് ഓൾമോസ്റ്റ് ഓഫർ കഴിഞ്ഞിട്ട് 50, 51, 52 റേഞ്ചിലേക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ iQ13 ഇത് നമുക്ക് ഓൾമോസ്റ്റ് 51, 52 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്ന 3 ഫോണുകളെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഏത് ഫോൺ വാങ്ങിക്കണം? അതിപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം ഈ 2 ഫോണുകൾ കോമ്പാക്ട് ഫോണുകളാണ്. ഒരെണ്ണം നമ്മുടെ വലിയ ഫോണുകളാണ്, നമ്മുടെ iQ13 എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ നമ്മളിപ്പോൾ ഈ വിവോ X200 Proൻ്റെ ഒക്കെ റേഞ്ചിൽ വരുന്ന ഒരു വലിയ ഫോണാണ്. 6.78 ഇഞ്ചാണ്, ബാക്കിയൊക്കെ 6.3 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വാങ്ങിക്കണം എന്നുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ക്ലിയർ ആയിട്ടുണ്ട്, ഞാൻ ബാറ്ററി ഒന്ന് മാറ്റട്ടെ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ പേരാജ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈ ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ റിസർച്ച് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് പോകാം. അതിൽ ആദ്യം വരുന്നത് ഡിസ്പ്ലേ തന്നെയാണ്. ഈ 3 ഡിസ്പ്ലേയും ടോപ്പ് നോച്ചാണ്. പക്ഷെ നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾ ഗെയിമിങ്ങിന് അതുപോലെ തന്നെ മീഡിയ കൺസെപ്ഷനൊക്കെ ആണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക iQ13 ആണ്. iQ13ൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് വലുതാണ്, ഫ്ലാറ്റാണ്. ഇതിൻ്റെ വ്യൂവിങ് എക്സ്പീരിയൻസ് ഒന്നും ഒരു ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാലോ എൻ്റെ വിവോ X200 Proനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ എന്ന് പറയാം. ഇത് ആക്ച്വലി നമുക്ക് മൈക്രോ കാർഡാണ് വരുന്നത്. പക്ഷേ നിങ്ങളൊരു ഗെയിമിംഗ് കളിക്കുമ്പോഴോ മീഡിയ കൺസെപ്ഷനൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. പറയുമ്പോൾ രണ്ടും ഒരേ ക്വാളിറ്റി ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് കണ്ടു. ഞാൻ രണ്ടും സെയിം വാൾപേപ്പറാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നതായിരിക്കും കുറച്ചും കൂടിയും ബ്രൈറ്റ്നസ്സും സംഭവങ്ങളൊക്കെ നമ്മുടെ iQനെ കൂടുതൽ കണ്ടു. ഇത് X200 Pro, ഇത് iQ. നിങ്ങൾ കാണുമ്പോൾ ഒരു ഡിഫറൻസ് കാണുന്നില്ലേ? ഒരു പഞ്ചിനെസ്സും ഒക്കെ ഒരു ബ്ലാക്ക് കളറൊക്കെ കൂടുതൽ. രണ്ടും ഓട്ടോമോളാണ് ഇട്ടേക്കുന്നിട്ടാ കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഡിസ്പ്ലേ കിടലൻ ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഗെയിമിങ്ങിനും വീഡിയോ കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് iQ13. അപ്പം അതിനാണെങ്കിൽ ഇത് കേട്ടോ. അപ്പോൾ ഞാൻ സ്പെക്സും കാര്യമൊന്നും പറയുന്നില്ല, ഓൾറെഡി നമ്മൾ മൾട്ടിപ്പിൾ ചാനലിൽ ഇട്ടേക്കുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് കോൾ ക്വാളിറ്റിയാണ്. കോൾ ക്വാളിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ മെയിൻ ഉദ്ദേശം ജസ്റ്റ് കോളിങ്ങിനും സംഭവമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ഏത് വേണമെങ്കിൽ എടുക്കാം, ഒരു പ്രശ്നമില്ല. ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമുക്ക് എന്തായാലും കോൾ ക്വാളിറ്റിന് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലായിട്ട് മെർജ് ചെയ്തിട്ട് പറയാം. ഈ 3 നമുക്ക് കോൾ റെക്കോർഡിംഗ് വരുന്നുണ്ട്. വിത്തൗട്ട് എനി അനൗൺസ്മെൻറ്റ് നമുക്ക് കോൾ റെക്കോർഡിംഗ് വരുന്നുണ്ട്. ഒരെണ്ണത്തിൽ നമുക്ക് ഓക്സിജൻ വോയിസും 2 നമുക്ക് വിവോൻ്റെ ഫൺ ടച്ച് വോയിസ് ആണ് വരുന്നത്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ബേസ് മാത്രം പറയുകയാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ നമ്മുടെ ഓക്സിജൻ വോയിസ് ആണ്. ഒരു രക്ഷയില്ല, അതിനടുത്ത് കൂടെ ഒന്നും പോവില്ല വിവോ. പക്ഷേ അവർ വിവോൻ്റെ ഇത് ബെറ്ററാക്കി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഓക്സിജൻ വോയിസ് ആണ് ബെറ്റർ. ഫീച്ചേഴ്സിലായിക്കോട്ടെ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിക്കോട്ടെ. കോൾ ക്വാളിറ്റിയിലാണെങ്കിൽ 3 ഈക്വലാണ്. ഒരു പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. നമ്മളിതിൽ 3 സിം ഉണ്ടായിരുന്നു. 3 നമ്മൾ ജിയോ BSNL ഒക്കെ ഉപയോഗിച്ച് നോക്കിയിരുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ല. റേഞ്ച് ഇഷ്യൂ ആയിക്കോട്ടെ എന്നൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ കോളും സോഫ്റ്റ്വെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 3 ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ബ്രാൻഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അടുത്ത് നമുക്ക് ബാറ്ററി സെക്ഷനിലേക്ക് പോകാം. അടുത്ത് ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുക നമ്മുടെ OnePlus ആണ്. എന്ന് വെച്ചാൽ നോർമലി നമ്മുടെ ഈ വിവോൻ്റെ X200 FE 6500 mAh ഉണ്ട് പറയും. പക്ഷേ ഇതിൻ്റെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ OnePlus 13s ആണ് കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത്. ഇതിന് നല്ല അത്യാവശ്യം നല്ല സ്ക്രീൻ ആണ് കിട്ടുന്നത്. നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 9 to 11 hour സ്ക്രീൻ ഓൺ ടൈം 3 കിട്ടുന്നുണ്ട്. അതിന് കറക്റ്റ് ഒരു ആവറേജ് നമുക്ക് പറയാറായിട്ടില്ല. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് 10 ദിവസം, മാക്സിമം 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഇപ്പോഴും ശരിക്കും നോക്കി കഴിഞ്ഞാൽ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ സ്റ്റേജിലാണ്. അപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു 8 to 12 മണിക്കൂർ കണക്കാക്കിയിട്ട് ഇതിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇതിൽ 5850 mAh വരുന്നുണ്ട്. ഇതിൽ 6500 വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫുള്ളി ബാറ്ററി പെർഫോമൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ iQ കുറച്ച് പറയാം. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ബാറ്ററിയാണ്, കുറച്ച് ബാറ്ററി പെർഫോമൻസും അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും എല്ലാം ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ ഇൻക്ലൂഡായിട്ട് നമുക്ക് ഒരു കിടിലൻ ചാർജറും വരുന്നുണ്ട് 120 വാട്ടിൻ്റെ. അതായത് എല്ലാ ചാർജിങ് ടെക്നോളജിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ ചാർജറും വരുന്നുണ്ട് ബോക്സിൽ. 4000 രൂപയുടെ വേർത്തായിട്ടുള്ളൊരു ചാർജറാണ് അത്. അതുകൊണ്ട് നിങ്ങൾക്ക് PD ചാർജിങ്ങും ചെയ്യാം, ലാപ്ടോപ്പും ചെയ്യാം, ഇതും ചെയ്യാം, OnePlusഉം ചെയ്യാം, വിവോയും ചെയ്യാം, ഏത് ചാർജിങ് ടെക്നോളജി വേണമെങ്കിൽ ചെയ്യാം. അതെല്ലാത്തിനും സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ്. അതുകൊണ്ടാണ് അത് മെയിനായിട്ട് ഈ ബാറ്ററി സെക്ഷൻ എടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ 3 കാറ്റഗറി കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് പെർഫോമൻസ് ആണ് കേട്ടോ. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ 2 ഓൾറെഡി മുന്നിട്ട് നിൽക്കും. വിവോ X200 FE ആ വഴിക്ക് അതിലെടുത്തേക്ക് വരില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒരെണ്ണത്തിൽ 9300+ ആണ്. 2 നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 DDR6 റാം വരുന്നുണ്ട്, 5X റാം വരുന്നുണ്ട്. 3 12GB 256GB വേരിയൻ്റാണ്. അപ്പോൾ അതിലൊന്നും ഡിഫറൻസ് ഇല്ല. പക്ഷേ പ്രൊസസ്സർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം OnePlus 13 ഓർ
IQ13. രണ്ടാമത്തേലും സ്നാപ്ഡ്രാഗൺ 888 ആണ്. X200FE അതിൻ്റെ അതിലെത്ത കൂടെ പോയില്ല, അത് വേറെ കാര്യം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ എന്താ പറയുക സ്പീക്കർ വോളിയത്തിനെ കുറിച്ചാണ്. സ്പീക്കർ വോളിയത്തിന് പറയുകയാണെങ്കിൽ ഞാൻ IQ വിവോയും സപ്പോർട്ട് ചെയ്യില്ല. ഏറ്റവും കൂടുതൽ സ്പീക്കർ വോളിയം വരുന്നത് OnePlusനാണ്. ഇത് കഴിഞ്ഞിട്ടാണ് IQ വരുന്നത്, IQ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിവോ X200FE. നോർമലി വിവോൻ്റെ ഫോണുകൾക്ക് സ്പീക്കർ വോളിയം, ഞാൻ സ്പീക്കർ വോളിയം എന്ന് പറയുമ്പോൾ ഈ ലൗഡ് സ്പീക്കർ വോളിയം ആണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കുമ്പോഴുള്ള അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്തിട്ട് അല്ലെങ്കിൽ റിംഗ് ടോൺ പ്ലേ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കില്ലേ, ഇപ്പോൾ റിംഗ് ടോൺ വോളിയൊക്കെ ആയിക്കോട്ടെ, ഇതിൻ്റെ ലൗഡ്നെസ് ഭയങ്കര കുറവാണ് വിവോൻ്റെ ഫോൺ. അതായത് ഇൻക്ലൂഡിങ് എൻ്റെ X200 Pro ആയിക്കോട്ടെ, വോളിയം ഭയങ്കര കുറവാണ്. അത് വിവോൻ്റെ ഫോണുകൾക്ക് മിക്കുള്ള ഫോണുകളാണ്. ഞാനിപ്പോൾ ടച്ച് ചെയ്ത എല്ലാ വിവോ ഫോണുകൾക്കും ഇഷ്യൂ ഉണ്ട്. IQ ഫോണുകൾക്കും ചിലതിനുണ്ട്. IQ13 കുറച്ചുകൂടി ബെറ്റർ എന്ന് മാത്രം. നമ്മുടെ X200 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്ററാണ് സ്പീക്കറിൻ്റെ ലൗഡ്നെസ്സിലേട്ടാ. അപ്പോൾ അതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ക്യാമറയുണ്ട്. അതായത് ഇനിയിപ്പോൾ ക്യാമറയുണ്ട്, പിന്നെ നമുക്ക് എന്താ മെയിനായിട്ട് പറയാനുള്ളത്, സർവീസുണ്ട്. ബിൽ ക്വാളിറ്റി വേണമെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പറയാം. ബിൽ ക്വാളിറ്റി ഓൾമോസ്റ്റ് മൂന്നും സിമിലർ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം IQ13 ആയിരിക്കും. പറയുമ്പോൾ രണ്ട് സൈഡും ഗ്ലാസും സംഭവമൊക്കെ ആണെങ്കിലും മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ സാധനം തീരെ തോന്നില്ല കേട്ടോ. 200 മുകളിൽ വെയിറ്റ് സാധനം തന്നെ ഉണ്ട് ശരിക്കും. പക്ഷേ ഇത് പിടിക്കുമ്പോൾ ഒരു 150 ഗ്രാം 160 ഗ്രാം അത്രേ ഫീൽ ചെയ്യുള്ളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ഇത് എന്ത് വാങ്ങിയാണ് ഒരു പകുതി സാധനം എടുത്ത് കളഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. പറയുമ്പോൾ IP68 വരുന്നുണ്ട്, 69 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞാൻ IQ13 കൂടെ പോകുള്ളൂ. കിടിലൻ ബിൽഡ് ക്വാളിറ്റി, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല എന്താ പറയുക ഹാൻഡ് ഫീൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ OnePlus 13ൻ്റെയും X200FEൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബിൽഡ് ക്വാളിറ്റി ഒക്കെ സിമിലർ ആണ്, വെയിറ്റും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ നമുക്കിതിൽ IP65 വരുന്നുള്ളതിൽ IP68, 69 വരുന്നുണ്ട് വിവോ X200 Proയിൽ. അപ്പോൾ അതാണ് ഒരു പ്ലസ് പോയിന്റ് വിവോൻ്റെ കാര്യത്തിൽ കേട്ടോ. അല്ലാത്ത കാര്യത്തിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ നമുക്കിതിൽ എക്സ്ട്രാ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ OnePlusൽ നമുക്കൊരു പ്ലസ് കീ എന്നൊരു സാധനം വരുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഷട്ടർ ബട്ടണായിട്ട് ഉപയോഗിക്കാം, ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കാം, സൈലൻറ്റ് മോഡാക്കി വേണമെങ്കിൽ ഉപയോഗിക്കാം, ടോർച്ച് ബട്ടണായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ മൈൻഡ് സെറ്റ് മോഡും ഉണ്ട്. പിന്നെ AI ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ OnePlusലാണ്, ഇംപ്ലിമെൻറ്റേഷൻ കുറച്ച് ബെറ്റർ OnePlusലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ബെറ്റർ നമ്മുടെ OxygenOS വരുന്നുണ്ട്. അത് ആ സോഫ്റ്റ്വെയറിൻ്റെ ബെറ്ററാണ്. അത് ആക്ച്വലി ഞാൻ അതിൽ പറഞ്ഞത് വിട്ടുപോയതാണ്, അതിൽ പറയേണ്ടതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ. അടുത്ത നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ക്യാമറ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ആഫ്റ്റർ പ്രോസസ്സിങ് വിവോ X200FE ആണ് ഞാൻ ഫസ്റ്റ് ചോയ്സ് ചെയ്യുക. പ്രത്യേകിച്ച് ഫോട്ടോസ്. വീഡിയോ ആണെങ്കിൽ മൂന്നും കൊള്ളാം, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സിമിലർ എന്ന് തന്നെ പറയാം. ആക്ച്വലി കുറച്ച് എന്താ പറയുക ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെബിലിറ്റിയിലാണ്. അത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വീഡിയോ ഫോണിൽ വരുന്നത് ഐഫോണാണ്. അപ്പോൾ ഇത് ഒരു 50,000 ഫോണാകുമ്പോൾ നമുക്ക് എന്തായാലും സ്റ്റെബിലിറ്റി ഒരു മീഡിയം കാറ്റഗറിയിലേ വരുന്നുള്ളൂ. പക്ഷേ വീഡിയോയുടെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വിവോന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എന്താ പറയുക HDR ചില സമയത്ത് ഇഷ്യൂസ് ഉണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ചില സമയത്തോടെ ഡാർക്ക്നെസ് അതെനിക്ക് സോഫ്റ്റ്വെയറിൽ ഫിക്സ് ചെയ്യാവുന്നുള്ളത് കൊണ്ട് ഞാൻ മെയിനായിട്ട് എടുത്ത് പറയുന്നില്ല. കറണ്ട്ലി ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ ഇഷ്യൂവിൽ ഫേസ് ആവും, സോൾവ് ആവും. അല്ലാത്ത പക്ഷം ഇതിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇപ്പോൾ ലൈവായിട്ടൊരു സെൽഫി എടുത്ത് കാണിച്ചു കേട്ടോ. ഇതിന് പ്രോസസ്സ് ആവാൻ ഒരു വേറെ കാര്യം പറയാൻ വന്നത്, ഇതിൽ പ്രോസസ്സ് ആവാൻ ഒരു കുറച്ച് സെക്കൻഡ്സുകൾ എടുക്കും ഫോട്ടോ കേട്ടോ. പക്ഷെ പ്രോസസ്സായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അതാണ് എടുത്ത് പറയേണ്ട സംഭവം. പോർട്രേറ്റ് മോഡല്ല, ഒരു മിനിറ്റ്. ഇതിപ്പോൾ ഞാൻ എടുത്തു കേട്ടോ. ഇതിലിപ്പോൾ എടുത്തത് നമ്മുടെ വിവോ X200FE. ഇനി ഞാൻ നമ്മുടെ OnePlus എടുക്കാം. OnePlusൽ സെൽഫി എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ഇത് വന്നാൽ തന്നെ ബ്ലർ ആവുന്നുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ കുറേ പ്രാവശ്യമായി ഫേസ് ചെയ്യുന്നു. പക്ഷെ കുറച്ച് കളർ കൂടുതലാണ് നമ്മുടെ OnePlusന്. ഇതാണ് OnePlusൻ്റെ ഫോട്ടോ ഉണ്ട്. ചെറുതായിട്ടൊരു ബ്ലർനെസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചെറുതായിട്ട് അനങ്ങിയതാൽ പോലും നമ്മുടെ സെൽഫി ക്യാമറയിൽ ഈ സാധനം ചെറുതായിട്ട് ബ്ലർ ആവും. അത് ഞാൻ കുറേ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ഫേസ് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ബഗ് ഇഷ്യൂ എന്ന് തോന്നുന്നുണ്ട്. ഇന്ന് നമ്മുടെ IQ13 കേട്ടോ. ഇതിലൊന്നും എന്താ പറയുക ലാഗോ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. IQ13 കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാച്ചുറൽ കളറായിരിക്കും തരിക. കളർ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോളാം. ഇത് IQ13 ഫോട്ടോ കേട്ടോ. ഇത് 3 എണ്ണം പിടിക്കാൻ പറ്റില്ലല്ലോ.
ചാടി പോകാവോ അറിയാം പിടിക്കാൻ പറ്റില്ലേ. ഞാനത് മിക്കതും ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാൻ വെച്ചിട്ടാ, അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. എന്തായാലും 3 ഹോൾഡ് ചെയ്യാൻ സംഭവം. ഇത് OnePlus ആണ് കേട്ടോ. OnePlus കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ്ടോ കണ്ടോ. ഇത് Vivo X200 FE. ക്വാളിറ്റി വൈസ് രണ്ടും ഈക്വലാണ്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, ഞാനിത് പറയുന്നില്ല. എല്ലാത്തിൻ്റെയും അത് ക്യാമറ ഭയങ്കര മോശമൊന്നും പറയാറില്ല ഇതിൽ. പക്ഷേ നമുക്ക് ഒരു ക്യാമറ സെൻസർ മിസ്സിംഗ് ഉണ്ട്. ഇതിൽ നമുക്ക് 3 വരുന്നുണ്ട്, അതിൽ 3 വരുന്നുണ്ട്. വൈഡ് ആംഗിൾ നമുക്ക് ഇതിൽ മിസ്സിംഗ് ആണ്. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് സൂമിംഗ് ഒന്നും അത്ര കാര്യമായിട്ട് കിട്ടില്ല. 2x സൂം ഉള്ളൂ. അതിപ്പോൾ IQ-ന് 2x തന്നെ ഉള്ളൂ. ഇതിൽ നമുക്ക് 3x വരുന്നുണ്ട്. അപ്പോൾ ക്യാമറാസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ഔട്ട്പുട്ട് തരുന്നത് Vivo ആണ്. പക്ഷേ സെൻസർ വൈസും സംഭവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ നമ്മുടെ IQ ആണ്. അപ്പോൾ IQ-ൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഈ നമ്മുടെ OnePlus-ൻ്റെ ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്, OnePlus-നാണ് കുറച്ച് ബ്രൈറ്റ്നസ്സും അതായത് ഒരു സോഷ്യൽ മീഡിയ റെഡി എന്നൊക്കെ പറയാവുന്ന ഒരു ഫോട്ടോ OnePlus ആണ് തരുന്നത്. ക്വാളിറ്റി വൈസ് രണ്ടുമ്പോൾ സൂം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റീനെ തരുന്നുണ്ട്. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ക്വാളിറ്റി തന്നെ വേണം പറയാം കണ്ടോ. പക്ഷേ കുറച്ച് ബ്രൈറ്റും കുറച്ച് എന്താ പറയുക ഒരു ബൂസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് OnePlus തരുന്നത്. അത്രേ ഉള്ളൂ. രണ്ടും ക്യാമറ കിടിലം തന്നെയാണ്, അല്ല 3 ക്യാമറ കിടിലം തന്നെയാണ്, മോശമൊന്നും പറയാനില്ല. പക്ഷേ പ്രത്യേകിച്ച് Vivo അടിച്ച് കയറി നിൽക്കുന്നത് അവരുടെ പ്രോസസ്സിങ്ങിലാണ്. അത് അവരുടെ അൽഗോരിതം ബേസ്ഡ് പ്രോസസ്സിങ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ പ്രത്യേകിച്ച് X സീരീസ് ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവരുടെ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേകിച്ച് പോർട്രേറ്റൊക്കെ എടുക്കുമ്പോൾ കിടിലാണ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അത് അവരുടെ Vivoൻ്റെ ഇപ്പോൾ പ്രോസസ്സിങ് അൽഗോരിതം അല്ലെങ്കിൽ ഒരു ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ബെറ്റർനെസ് ആണ്. അത് സെൻസറായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഗുണമാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്തായാലും X സീരീസ് ഫോണുകൾക്ക് Vivoൻ്റെ ഉണ്ട്. അപ്പോൾ അതാണ് ശരിക്കും ഈ Vivo X200 FE-നെ ക്യാമറ സെക്ഷനിൽ അല്ലെങ്കിൽ ഫോട്ടോ സെക്ഷനിൽ പ്ലസ്സായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് പറയുക Vivo X200 Pro ആയിരിക്കും, അല്ല X200 FE ആയിരിക്കും നിങ്ങൾ ഫോട്ടോ മെയിനായിട്ട് എടുക്കുന്ന ഒരാൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഫോൺ. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞല്ലോ 3 നല്ല ഫോട്ടോസും സംഭവമൊക്കെ തരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് മാത്രമാണ് ഞാൻ അത് പറഞ്ഞിട്ട്. അല്ലാത്ത ഒരു ഓവറോൾ ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ 2 കൊടുക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ IQ13 OnePlus 13 അല്ലെങ്കിൽ i13s അല്ലെങ്കിൽ IQ13 എടുക്കാം കേട്ടോ. IQ13ൻ്റെ എനിക്ക് തോന്നുന്നത് 12GB 256GB വേരിയൻ്റ് ഇപ്പോൾ അവൈലബിൾ അല്ലാന്നുണ്ട്, സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ ഞാൻ ആക്ച്വലി 2 ഫോണും കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം അവിടെ, അല്ലെങ്കിൽ ഓൾറെഡി അതിൻ്റെ ഞാൻ ഷോർട്സ് കിട്ടുന്നു, അത് മെസ്സേജ് ചെയ്താൽ മതിട്ടാ. രണ്ടും ഓൾമോസ്റ്റ് 1 വീക്ക് 10 ദിവസം ആ റേഞ്ചിലൊക്കെ ആയ ഫോണുകളാണ്. യൂസ്ഡും കാര്യങ്ങളൊന്നുമല്ല. ഇതിനാണെങ്കിൽ എക്സ്റ്റൻഡ് വാറൻറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. IQ13s ആണെങ്കിൽ അത് Vivo OnePlus 13s ആണെങ്കിൽ IQ13 പിന്നെ IQ-നും Vivoനും നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വാറൻറ്റി എക്സ്റ്റൻഷൻ പരിപാടികളൊന്നുമില്ല. പക്ഷേ രണ്ടും ഔട്ട് ഓഫ് ബോക്സ് കണ്ടീഷൻ, ഫുൾ ബോക്സ് ഫുൾ ബില്ല് എല്ലാ സംഭവമുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചും ഇത് ക്രോമ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.